നമസ്കാരം സാറേ. നമ്മുടെ ലേഔട്ടിന് അനുസൃതമായിട്ട് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എൽ ഷേപ്പ് കിച്ചണ് നമ്മുടെ ലേഔട്ടിനകത്ത് സിങ്കിൻ്റെ യൂണിറ്റ് നമ്മുടെ ജനലിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ചിമ്മിനി, പിന്നെ ഞാൻ മൈക്രോവേവ് ഓവൻ ഞാൻ ബ്രാക്കറ്റിൽ നിർത്തുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഈ സോഫ്റ്റ്വെയർ ഞങ്ങളുടെ ഡിസൈനിൻ്റെ അവൈലബിൾ സ്പേസ് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാൻ വേണ്ടി ഉള്ള രീതിയിലുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. ഇതൊരു കസ്റ്റമറിന് ഇതെല്ലാം ഒരു ക്യൂബായിട്ട് വരുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ. അതായത് ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ഇത് ഓരോന്നും ഓരോ മോഡ്യൂൾ ഇങ്ങനെ ഒരു ബോക്സ് രൂപത്തിലാണ് വരുന്നത്. ഈ ഡിസൈനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മോഡ്യൂള്, ഈ മോഡ്യൂള് തന്നെ പല മെഷർമെന്റ് കാണും. 400, 450, 500, 600. അപ്പോൾ നമുക്ക് അവൈലബിൾ സ്പേസ് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യുക. ആ അവൈലബിൾ സ്പേസിനകത്ത് ഏതൊക്കെ ടൈപ്പ് ഓഫ് മോഡ്യൂൾസ് ആണോ വേണ്ടതെന്നുള്ളത് കസ്റ്റമറിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റിലുള്ള മോഡ്യൂൾസ് അവൈലബിൾ സ്പേസിനകത്ത് കറക്റ്റായിട്ട് ഇടുക. ഇത് ഓരോന്നും ഈ പിള്ളേർ ക്യൂബ് വെച്ച് കളിക്കുന്ന പോലെയാണ്. ഓരോ സാധനത്തിനും വെവ്വേറെ മെഷർമെന്റ് ഉണ്ട്. പല ടൈപ്പ് ഓഫ് മോഡ്യൂൾസ് ഉണ്ട്. ഞാൻ അതിനകത്തെ ചില മോഡ്യൂൾസുകളാണ് സെലക്ട് ചെയ്തിരുന്നത്. ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് മാറ്റാം. ഇതൊരു പ്രൈമറി ഡിസൈൻ ആയിട്ട് ഇതായിട്ട് നോക്കിയാൽ മതി. അപ്പം ഇവിടെ ഞാൻ ഇതൊരു വൈഡ് വെർഷനിലോട്ട് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഓരോ മോഡ്യൂൾസും. ഏറ്റവും ചെറിയ വീഡിയോ ആയിട്ട് തന്നെ നിർത്താം. ഇതിനകത്ത് ഫസ്റ്റ് നമുക്ക് ഫ്ലോർ യൂണിറ്റ്സിനകത്ത് ഇരുന്ന് തുടങ്ങാം. ഫ്ലോർ യൂണിറ്റ്സിനകത്ത് ഇതൊരു സ്പേസറാണ് ഫസ്റ്റ്. ഈ സ്പേസർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ യൂണിറ്റിൻ്റെ ഇവിടെ ഒരു സ്പേസർ ഉണ്ട്. ഈ ഭിത്തിയിൽ വരുന്ന ടിൽറ്റിംഗ് എല്ലാം ഫസ്റ്റ് സ്പേസറിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പം ആ സ്പേസറിന് ശേഷമാണ് യൂണിറ്റുകൾ തുടങ്ങുന്നത്. നോർമൽ സ്റ്റോറേജ് യൂണിറ്റ് തുറന്നു കഴിഞ്ഞാൽ നോർമൽ സ്റ്റോറേജ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഒരു ഡബിൾ ഡ്രോയർ യൂണിറ്റ്. ഇതൊരു മോഡ്യൂളാണ്. അതായത് ഇതിങ്ങനെ ഒരു ക്യൂബായിട്ടാണ് വരുന്നത്. ഇങ്ങനെ ഒരു ക്യൂബ് രൂപത്തിലായി. എന്നിട്ട് ഇത് തമ്മിൽ വെച്ച് നമ്മൾ ലോക്ക് ചെയ്യുന്നു. അപ്പം ഇത് ഡബിൾ ഡ്രോയർ യൂണിറ്റ്. ഈ ഡ്രോയറിൻ്റെ ഹൈറ്റ് 35 സെൻറ്റിമീറ്റർ ആയിരിക്കും. 35 സെൻറ്റിമീറ്റർ ആയിരിക്കും. 35 സെൻറ്റിമീറ്റർ. അത് കഴിഞ്ഞാൽ 3 ഡ്രോയർ യൂണിറ്റ്. ഇത് ടാൻഡം ബോക്സ് ആണ്. അത് കഴിഞ്ഞാൽ 3 ഡ്രോയർ യൂണിറ്റ്. ഈ 3 ഡ്രോയർ യൂണിറ്റിനകത്ത് മേളത്തെ 2 ഷട്ടർ കട്ട്ലറി, താഴത്തെ ഷട്ടർ ഇതേപോലെ തന്നെ 35 സെൻറ്റിമീറ്ററിൻ്റെ ഷട്ടർ, അല്ലെങ്കിൽ ആ ഡ്രോയറിൻ്റെ ഹൈറ്റ് 35 സെൻറ്റിമീറ്റർ. അപ്പം ഇവിടെ 35, ഇവിടെ 35, ഇവിടെ 35. ഇനി ഈ മോഡ്യൂളിന് പകരം ഇത് വേണമെങ്കിൽ കുറച്ചും കൂടെ വേറൊരു ടൈപ്പ് ഓഫ് മോഡ്യൂൾ ഉണ്ട്. ഇതെല്ലാം ഓരോ ടൈപ്പ് ഓഫ് മോഡ്യൂൾസ് ആണ്. ഇതിനകത്ത് ഈ രീതിയിലാക്കാം. അതായത് 17 സെൻറ്റിമീറ്റർ മേളത്തെ ഡ്രോയർ കട്ട്ലറിയൊക്കെ വെക്കാനും, താഴെ 52 സെൻറ്റിമീറ്റർ. ഇതൊറ്റ മോഡ്യൂളാണ്. ഡബിൾ ഡ്രോയർ യൂണിറ്റ് ആണ്. ഈ ഡബിൾ ഡോർ യൂണിറ്റിൽ ഒരു സ്റ്റൈലാണ്. 52 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു 5 ലിറ്റർ 7 ലിറ്റർ കുക്കർ വരെ സുഖമായിട്ട് ഇതിനകത്ത് വെക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ അത്രയും സ്റ്റോറേജ് കപ്പാസിറ്റി അതിനകത്തുണ്ട്. അങ്ങനെ വേണമെങ്കിലും നമുക്കിത് മാറ്റാം. അപ്പം 35 സെൻറ്റിമീറ്റർ, 52 സെൻറ്റിമീറ്റർ, 17 സെൻറ്റിമീറ്റർ. ഞാനിത് പറഞ്ഞതെല്ലാം ഷട്ടറിൻ്റെ ഹൈറ്റാണ്. അപ്പോൾ അത് ഏകദേശം നമ്മുടെ കയ്യിലിരിക്കുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അകത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ ഹൈറ്റുമായിട്ട് സാറിന് താരതമ്യപ്പെടുത്താൻ പറ്റും. പിന്നെ ഇത് നോർമൽ കോർണർ യൂണിറ്റ്. ഈ കോർണർ യൂണിറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് അക്സസ് ചെയ്യാൻ പറ്റും. ഡോറിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 40 സെൻറ്റിമീറ്റർ ആയിരിക്കും ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. നമുക്ക് ഡബിൾ ഡോർ കോർണർ യൂണിറ്റ് ഒക്കെ ഉണ്ട്. പല ടൈപ്പ് ഓഫ്, അതായത് കോർണറിൽ തന്നെ അകത്തിരുന്ന് മാജിക് കോർണർ, എസ് പ്രൊഫൈൽ, ഡി ട്രേ, അങ്ങനെയെല്ലാം ഉണ്ട്. ഞാൻ അതൊന്നും ഇല്ലാതെ ബേസിക് ആയിട്ടുള്ള സ്റ്റോറേജ്. അപ്പം നമ്മൾ
ഒരു സ്റ്റോറേജ് എന്നുള്ള രീതിയിലാണ് ഞാനത് ഉദ്ദേശിച്ചത്. അപ്പം അതൊരു കോർണർ യൂണിറ്റ്. കാരണം ഈ സിങ്കും ഇതുണ്ട്, ഇതൊരു ഡബിൾ ഡോർ കോർണർ യൂണിറ്റ് ആയിട്ട് ഇവിടെ കൊണ്ടുവരാൻ ഇതൊരൊറ്റ യൂണിറ്റാണ്. മനസ്സിലായി കാണുമല്ലോ. ഇത് ഡോറിന്റെ ഭാഗം, ഇത് അടുത്ത യൂണിറ്റ് വന്ന് ലോക്കാവുന്ന ഭാഗം. ഓക്കെ, അത് കഴിഞ്ഞാൽ സിങ്ക് യൂണിറ്റ്. ഈ സിങ്ക് യൂണിറ്റ് ഒക്കെ നമുക്ക് താഴെ വേസ്റ്റ് ബിന്നും ഡിറ്റർജന്റ് റാക്കും ഒക്കെ വരുന്ന ടൈപ്പ് ഉണ്ട്. ഡിറ്റർജന്റ് റാക്ക് തന്നെ സിലിണ്ടറിക്കൽ ടൈപ്പും അതേപോലെ ഡ്രോയർ ടൈപ്പിലുള്ളതൊക്കെ ഉണ്ട്. അതൊന്നും ഈ സ്കെച്ചിനകത്ത് വരത്തില്ല. ഈ സ്കെച്ചിനകത്ത് ശരിക്കും ഇതുപോലെ അവൈലബിൾ സ്പേസ്, മെഷർമെന്റ് ഇതൊക്കെ ജഡ്ജ് ചെയ്യാനാണ് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. കൂട്ടത്തിൽ കസ്റ്റമറിന് ഇതിന്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കൊടുക്കാനും. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു ടോളി ഉണ്ട്. ഇത് രണ്ടിന്റെ ഇടയ്ക്ക് ഒരു സ്പേസർ ഉണ്ട്. ഈ ഡോറുകൾക്കൊന്നും ഡിസ്റ്റർബൻസ് വരാത്ത രീതിയിൽ. അപ്പൊ അതിനു വേണ്ടിയാണ് ആ സ്പേസർ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ താഴെ ഡ്രോയറും മേളിൽ ഇങ്ങനെ ഡോറുള്ള ടൈപ്പ്. ഇതിനകത്ത് നമുക്ക് ഷെൽഫിന്റെ ഒക്കെ ഇപ്പൊ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് 2 ഷെൽഫേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇത് 4 ഷെൽഫ് ആക്കാം. അതേപോലെ തന്നെ ഡ്രോയർ, മറ്റേത് ചെറിയ ചെറിയ ഡ്രോയർ ആയിരുന്നു. ഇത് നമുക്ക് കുറച്ചും കൂടെ വലിപ്പമുള്ള ഒരു ബിന്നൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രോയർ ആണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഒരു 35 സെന്റിമീറ്ററിനെക്കാളും കുറച്ചും കൂടെ കൂടും അതിന്റെ ഷട്ടറിന്റെ ഹൈറ്റ്. മേളിൽ വെച്ചിരിക്കുന്നത് ഞാൻ ഗ്ലാസ് ഉള്ള ഇതാണ് വെച്ചിരിക്കുന്നത്. ഇത് നമുക്കിപ്പോൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇതുപോലെ ഗ്ലാസ് ഡോർ അല്ല, നോർമൽ കവേർഡ് ഡോറ്. പിന്നെ ഇത് ഗ്ലാസ് ഡോറ്. ഇത് രണ്ട് ടൈപ്പ് ഓഫ് ഡ്രോയർ മാറ്റിയിട്ട് മേളിലും താഴെയും ഇതുപോലെ തന്നെ സ്റ്റോറേജ് മാത്രം. ഇങ്ങനെ പാൻട്രി യൂണിറ്റ് പല ടൈപ്പ് ഉണ്ട്. ഇൻബിൽട്ട് പാൻട്രി യൂണിറ്റ്സ് എല്ലാം ഉണ്ട്. ഞാൻ ഇതിനകത്ത് ഇത് ഫുള്ള് 2 ഡോറും പ്ലെയിൻ ഡോർസ്. പാൻട്രി യൂണിറ്റിന്റെ ജസ്റ്റ് ഒരു ഇത് കാണിക്കാം. പാൻട്രി യൂണിറ്റ് ഇതിപ്പോ ഡ്രോയറാ. 5 ഈ പാൻട്രി യൂണിറ്റിനകത്ത് ഉള്ള ഡ്രോയറുള്ള ഗ്രില്ലുള്ള സ്റ്റോറേജ് ഉള്ള ടൈപ്പ്. പിന്നെ അതേപോലെ 5 ഡ്രോയറുള്ള ടൈപ്പ്, ഇൻബിൽട്ട് ഓവൻ, ഇൻബിൽട്ട് ഗ്രില്ല്, ഡബിൾ ഡോറുള്ള ടൈപ്പ്. അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് പാൻട്രി യൂണിറ്റ്സ് ഉണ്ട്. ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന പാൻട്രി യൂണിറ്റ് 550 mm മേളില് ഗ്ലാസ് ഡോറും താഴെ ഡ്രോയറുള്ള ടൈപ്പാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും വോൾ യൂണിറ്റ്സിലോട്ട് വരുന്നു. സ്പേസറിൽ തുടങ്ങുന്നു. സ്റ്റോറേജ് ഏരിയ, സ്റ്റോറേജിന് ശേഷം ഒരു ഗ്ലാസ് ഡോറ്. അപ്പം ഈ ചിമ്മിനി വരുന്നതിന്റെ തൊട്ടടുത്ത് ഗ്ലാസ് ഡോറ്. പിന്നെ GTPT ഉണ്ട്. ഞങ്ങളുടെ GTPT യൂണിറ്റ് ഒക്കെ വലിയ പാത്രങ്ങൾ വെക്കാനും, അതായത് ഡെപ്ത് കൂടിയ പാത്രങ്ങളും പ്ലേറ്റ് വരെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇതിന്റെ ഡെപ്ത് നമുക്ക് 2 മെഷർമെന്റിൽ അവൈലബിൾ ആണ്. മെഷർമെന്റ് ഡെപ്ത് 30 സെന്റിമീറ്റർ, ഇത് 40 ആക്കുകയാണ്. 40 സെന്റിമീറ്റർ ഡെപ്ത്. അപ്പം എന്നിട്ട് ഒരു ചിമ്മിനി കവർ. ഈ ചിമ്മിനി കവർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ചിമ്മിനിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കർവ്ഡ് ആയിട്ടുള്ള ചിമ്മിനി ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഫ്ലാറ്റ് ആയിട്ടുള്ള ചിമ്മിനിയിലാണ് നമുക്ക് ആ കവർ വെക്കാൻ പറ്റുന്നത്. പിന്നെ ഞാനിവിടെ വാട്ടർ പ്യൂരിഫയർ വെച്ചിട്ടുണ്ട്. ഈ വാട്ടർ പ്യൂരിഫയർ വേണമെങ്കിൽ നമുക്ക് ഈ സിങ്കിന്റെ താഴെ വേണമെങ്കിൽ അണ്ടർ ദ സിങ്ക് വാട്ടർ പ്യൂരിഫയർ വേണമെങ്കിൽ. ഇതാണ് നമ്മൾ നിലവിൽ വെച്ചിരിക്കുന്ന മോഡ്യൂൾസുകൾ. ഇതിന്റെ സോളിഡ് വെർഷൻ ആണ്. നമുക്ക് കളേഴ്സ് വന്നിട്ട് ഏതാണ്ട് 50 കളേഴ്സോളം ആണ്. ഞാനിപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്നത് ഒരു കോഫി ബ്രൗണും അതേ ഐവറിയും ആണ് മേളിൽ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഒരു
പ്ലാൻ ഇങ്ങനെയാട്ടോ. ഫ്രിഡ്ജ് ഇവിടെ, ഇതാണ് നമ്മുടെ കയറി വരുന്ന ഭാഗം, ഇതാണ് നമ്മുടെ വർക്ക് ഏരിയയിലോട്ട് പോകുന്ന ഭാഗം. ഫ്രിഡ്ജ്, പിന്നെ ഫ്ലോർ യൂണിറ്റ്സ്, പാൻട്രി യൂണിറ്റ്, നമുക്കൊരു റെസ്റ്റിംഗ് ടേബിളും അതേപോലെ തന്നെ അല്ലെങ്കിൽ മിനി ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ. ഓക്കെ സാറേ, താങ്ക് യു.